Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ஆதி நெருப்பே, ஆராத நெருப்பே, மாய நெருப்பே, மலை நெருப்பே, பாயும் நெருப்பே, பாதாள நெருப்பே, காவல் நெருப்பே, காற்று நெருப்பே. ஆதி நெருப்பே, ஆராத நெருப்பே, மாய நெருப்பே, மலை நெருப்பே, பாயும் நெருப்பே, பாதாள நெருப்பே, காவல் நெருப்பே, காற்று நெருப்பே. காலத்தே முன் தோன்றிய மூத்தக்குடி என் தோன்றா காலத்தே எண்ணிக்கை பார்த்த குடி ஆதித்தில் சுடர் வெள்ளம் அணையாமல் காத்த குடி தீமென்று தீ தின்று தீ காடாய் வாழும் குடி வா இரு தோள் எடுத்து வா ஒரு வாள் எடுத்து வா ஒரு சூழ்நிலைக்கு வா வா இரு தோள் எடுத்து வா ஒரு வாள் எடுத்து வா ஒரு சூழ்நிலைக்கு வா 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 வா. ஆதி நெருப்பே, ஆராத நெருப்பே, மாய நெருப்பே, மலை நெருப்பே, வாயு நெருப்பே, பாதாள நெருப்பே, காவல் நெருப்பே, காற்று நெருப்பே. அடித்தது புயலும் மலையுடைந்தது அலை எழுந்தது எழுந்தது பிரளயம் கல்லோடும் உள்ளோடும் காற்றோடும் போராடி பல்லாண்டு வாழும் இனம் பொறி விழுந்தது பணம் எரிந்தது கிரிந்தது நதியும் முகில் கரிந்தது நிலம் சரிந்தது திரிந்தது பருவம் அங்கார கூத்தாடி அனலுக்குள் நீராடி மேலேறி வந்த இனம் மரக்களை எதிர வாரணங்கள் அணிந்தரல கண்ணி மூல கவலி கொண்டு காலம் சொல்லுதே பழையில் சுட்டும் வந்த வெண்குருவி பார்க்கையில வீச்சரவா வேகம் வேகம் கூட்டுதே சுமையருவி பாறாங்கல்லு மேலிருக்கும் தீ குருவி குரல் எடுத்து கத்து தம்மா தெக்கு தசையில சென குடிச்ச காட்டு நரி குளம் நடுங்க ஓடுதமா சனசனக்கும் பெரும் நெருப்பா வாக்க நொடியில வா இரு தோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூளுரைத்து வா 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 இரு தோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூளுரைத்து வா 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 வா. ஆதி நெருப்பே, ஆராத நெருப்பே, மாய நெருப்பே, மலை நெருப்பே, பாயு நெருப்பே, பாதாள நெருப்பே, காவல் நெருப்பே, காற்று நெருப்பே. നമ്മളിവിടെയെങ്കിലും ഓരോ തവണയും എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മൾ പറയും നമ്മളിവിടെ ഒരു കോമഡിയുടെ യുദ്ധമാണെന്നൊക്കെ പറയെങ്കിലും ആ ഒരു വീറും വാശിയും കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇവിടെ ഇരുന്ന് ഒരാൾക്ക് രോമാഞ്ചൊക്കെ അല്ല തെയ്യവും തീയൊക്കെ വന്നപ്പോഴേ വേറെ ഫീൽ ആയിരുന്നു. പക്ഷെ എന്നെ പേടിപ്പിച്ചത് എനിക്ക് ഭയങ്കര സങ്കടമായി. എന്റെ മണി പാവം രണ്ട് മണി അടി ചേച്ചി പാവം. എന്റെ മണിക്ക് ഒരു അയ്യോ അയ്യോ ചേച്ചി ചേച്ചി ഒന്ന് ശക്തമായിട്ട് മണി അടിച്ചോ. നമുക്ക് എല്ലാരും അങ്ങ് സ്വാഗതം ചെയ്തേ. ആണോ? എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. This is Cutie the Hand Wash Presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. ഇനി നമുക്ക് ഈ ടീമിനെയും കൂടെ സ്വാഗതം ചെയ്യണം. കൊല്ലം ജില്ലയിൽ നിന്നുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ നാട്ടുകൂട്ടമാണ്. ആൻഡ് ദ ടീം ഇസ് ടീം ഓംകാര. കറക്റ്റ് അല്ലേ? അതെ അതെ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ ഞാൻ അങ്ങ് വെൽക്കം പറയുന്നു, പിന്നെ നമ്മൾ കരക്കാരെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ തൂക്കി. കൊല്ലം കൊട്ടാരക്കര ആയൂർ ഇളമാട്. യൂഷ്വലി തെയ്യം എന്ന് പറഞ്ഞാല് കണ്ണൂർ സൈഡിൽ നിന്നല്ലേ വരിക. പക്ഷെ നന്നായിട്ട് ആ കളർ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ കോസ്റ്റ്യൂം, ആ റെഡ്, ആ ഒരു ഫയർ
സെയിം 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 ബട്ട് ഡിഫറെന്റ്. പിന്നെ ബാക്ക് ഡ്രോപ്പ് സൂപ്പർ ആയിരുന്നു കേട്ടോ. അതെ അതെ ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ എത്ര നാളായി നിങ്ങളുടെ ടീം ഫോം ചെയ്തിട്ട്? നമ്മള് 4 വർഷമായി ഇപ്പോ. കൈകൊട്ടിക്കളി എന്ന് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കൈകൊട്ടിക്കളി ബോറായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ കൈകൊട്ടിക്കളി ഞങ്ങൾ തന്നെ തീരുമാനിച്ച് താള ചുവട് എന്നാക്കിയിട്ട് ഇപ്പൊ 4 വർഷമായിട്ട് അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നത്. അടിപൊളി. അപ്പൊ എന്തായാലും താളച്ചൂടിനിരിക്കട്ടെ. എന്തായാലും ഒരു കൈയടി. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു തെയ്യം പെർഫോമൻസ് ആണ് കേട്ടോ. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാ കാണുന്നത്. അതെ, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്തായാലും ഗംഭീരമായിരുന്നു. ഇനിയും നിങ്ങളുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് കാണിച്ചു കൊടുക്ക് മക്കളെ. ഇവിടുന്ന് നിങ്ങൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് വരണം, കുറച്ച് പേര് അവിടെ പോയി സപ്പോർട്ട് ചെയ്യണം. ഇതെന്ന് പറയുന്നത് തെക്കേക്കര, അതെന്ന് പറയുന്നത് വടക്കേക്കര. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ തെക്കേക്കര വേണോ വടക്കേക്കര വേണോന്ന്. കൊല്ലംകാരായതുകൊണ്ട് ചിലപ്പോ എല്ലാരും ഇങ്ങോട്ടേക്ക് പോരും. പക്ഷെ അതായത് എന്തായാലും കുഴപ്പമില്ല. താളവും ബോധമുള്ളവര് വടക്കേക്കരയിലോട്ട് വരിക, അല്ലാത്തവര് അങ്ങോട്ട് അങ്ങോട്ട് പോകും. ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ശ്വേചേച്ചി. ഞങ്ങളാണ് സൂപ്പർ ഗേൾ. എവറി സൂപ്പർ വുമൻ ഡോണ്ട് വെയർ കേപ്പ്. സോ ഞാൻ ഇന്ന് ഇവർക്ക് വേണ്ടി ഒരു കേപ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അതൊന്ന് കാണിച്ചേക്കാം, എന്റെ സൂപ്പർ പവർ കാണിക്കാൻ വേണ്ടി. അത് കോപ്പാണ്. നമുക്ക് സൂപ്പർമാനെ കാണിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ വെളിയിലുണ്ട്. ഈ ചളിയൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതെ, ഈ ചളിയൊന്നും കേൾക്കാൻ പറ്റില്ല. നല്ല നിലവാരമുള്ള നല്ല നല്ല കോമഡികൾ വരുന്ന ഒരു ഷോയാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഈ പരിപാടി. അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാരെ തന്നെ നമ്മൾ ആദ്യം ഇറക്കും. അതിനുശേഷം നമുക്ക് മണി സ്കിറ്റ് ഒക്കെ ഇറക്കാം. ഓക്കെ, എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിലെ അഭിമാനമായ അമ്പിളിക്കുട്ടൻ വരട്ടെ. ഹായ് ഗൈസ്, അപ്പൊ ഒരു സൂപ്പർ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, വാഴ 2. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല മികച്ച പെർഫോമൻസ്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, എല്ലാ നടന്മാർക്കും, നടിമാർക്കും, ഡയറക്ടറിനും, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിനും, ഒപ്പം അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. അടിപൊളി. എന്താണ് ഇത്? ഇന്ത്യ മഹാരാജ്യമാണോ? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഇവിടെ കോപ്പി റൈറ്റ് എന്നൊരു സംഭവം ഉണ്ടോ ഈ ലോകത്ത്? ഉണ്ട്. ഈ പടം 100 കോടി ക്ലബിൽ കയറിയോ? എന്നിട്ട് എനിക്ക് 10 പൈസ ഒന്നും അറിയാമോ? നിനക്കെന്തിന് കോപ്പി റൈറ്റിന്റെ പൈസ ആണത്? നാട്ടുകാർ എന്നെ വിളിക്കുന്ന പേരാണ് വാഴ. വാഴ വെച്ച് ഏത് പേരിട്ടാലും എനിക്ക് പൈസ കിട്ടണം. അതിനാണോ എന്നെ ഓടിച്ചത്? പിടിച്ചോളാം നിന്നെ. നീ ഇപ്പൊ ഇവിടെ വന്ന ഇത് എന്റെ പ്രൊമോഷൻ വേണ്ടിട്ടാണ്. പറയാം. ശരി ശരി. അല്ല, ഇപ്പൊ സംഭവം എന്താണ് നിന്റെ മെയിൻ ആയിട്ടുള്ള നിന്റെ ആവശ്യം? മെയിൻ ആയിട്ട് എനിക്ക് ഇനി ഒരു ആവശ്യം എന്ന് വെച്ചാൽ ഈ പിള്ളേരൊക്കെ ഇതിനകത്ത് കയറിയില്ലേ, അതുപോലെ എനിക്കും സിനിമ കയറണം. സിനിമയെ കയറണം. നിങ്ങളുടെ ആഗ്രഹം തോന്നാൻ കാര്യം എന്താണ്? വീട്ടിലാർക്കും ജോലിയൊന്നുമില്ല. അപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരുപാട് പൈസ കിട്ടുമല്ലോ. ഈ ഗൂഗിൾ പേ ഒക്കെ സജീവമായപ്പോ അച്ഛന്റെ ജോലിയും പോയി. അച്ഛന് ബാങ്കിലായിരുന്നു ജോലി? ഇല്ല, പോക്കറ്റടിയായിരുന്നു. നമുക്ക് ഈ സിനിമ നമ്മളിങ്ങനെ വെറുതെ ഇറങ്ങി നടന്നിട്ട് കാര്യമല്ലേ? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്താണ് അങ്ങനെ വന്നത്. കഴിവ് വേണം. കഴിവുണ്ട്. ഒരു കാര്യം ചെയ്യാം, എന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അധികം സജീവമല്ല, ഒരു യൂട്യൂബർ അല്ല. കാരണം എനിക്കൊരു സർക്കാർ ജോലിയൊക്കെ കിട്ടി. 6 മാസമാണ് ഞാൻ പെർമനന്റ് ആയി. വളരെ സൂക്ഷിക്കണം. ഇപ്പോഴാണ് കുഞ്ഞിന്റെ വളർച്ച. കൃത്യമായിട്ട് നോക്കണം. ഞാൻ ജോലിയിൽ സ്ഥിരപ്പെട്ടെന്നാണ് പറഞ്ഞ, പെർമനന്റ് ആയി. എന്നാലും ശ്രദ്ധിച്ചോ, നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം. എടാ, സിനിമയിൽ അഭിനയിക്കുന്ന ഇത്തിരി കഴിവ് വേണം. കഴിവുണ്ട്. അത് നമ്മളിപ്പോ അവര് ചെയ്തിട്ടില്ലേ കണ്ടന്റ്, അത് നമ്മളിപ്പോ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ സാധനം വേണം. നമ്മുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം. സ്വന്തമായിട്ട് സാധനമുണ്ട്, കണ്ടന്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കണ്ടന്റ് ജനങ്ങൾ എല്ലാരും കാണുന്നുണ്ടോന്ന് അറിയണം. അത് കണ്ട അവര് പറയണം കണ്ടു. കണ്ട കാര്യം വിളിച്ചു പറയണം. ഇനിയിപ്പോ എന്താണ് പറഞ്ഞത്? കണ്ടന്റ് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. എനിക്കറിയാം. ഇപ്പൊ എന്തെങ്കിലും സംഭവം നമ്മളിപ്പോ സിനിമ എന്നുള്ള ഡയലോഗ്, ഇപ്പൊ ഓൺ വോയിസ് ഭയങ്കര ട്രെൻഡാണ്. ഓൺ വോയിസ്, നമ്മുടെ സ്വന്തം വോയിസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിനിമാ നടന്മാരുടെ ഡയലോഗ് ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം വോയിസിൽ ഞാൻ ചെയ്യും. സുരേഷ് ഗോപി, കമ്മീഷണർ സുരേഷ് ഗോപി. ഓട്ടേക്ക് പോവാ. പുല്ലേ, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടോ അമേദ്യവും കൂട്ടിക്കൊഴിച്ച് 4 നേരം മുഷ്ടാന്നം വെട്ടി വിഴുങ്ങി. അയ്യോ, ഇയാളെ കൊണ്ട് എന്തിനു പറ്റും? ഞാൻ ചെയ്യും, നന്നായിട്ട് ചെയ്യും. എടാ, സിനിമയിലെ അവസരം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഹിന്ദി സിനിമയിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഹിന്ദിയിൽ പിടിയുണ്ടോ? പിടിയില്ല, ഒരു കൊളുത്ത് വെക്കാൻ വേണം. അതിന്റെ കാര്യമല്ല പറഞ്ഞത്. എടാ, ഹിന്ദി ഭാഷയിൽ എന്തെങ്കിലും അറിയാമോ?
അപ്പൊ ഞാൻ ഈ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഓഡീഷനൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. ഇപ്പൊ ഹിന്ദി സിനിമയിൽ അമ്പിളിക്കുട്ടൻ ഒരു വേഷം കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു മാർക്കറ്റിൽ ചന്ത നിറച്ച ആൾക്കാരുണ്ട്. അമ്പിളിക്കുട്ടൻ മീൻ വിൽക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഹിന്ദിയിൽ മീൻ എന്ത് പറയും? ചത്ത് കിടക്കുന്ന മീൻ ഹിന്ദിയിലും തമിഴിലും ഒന്നും പറയത്തില്ല. മീന് പറയുമെന്നല്ല, നീ ഹിന്ദിയിൽ മീനിന് എന്ത് പറയും? അത് അറിഞ്ഞൂടാ. ഹിന്ദി ഭാഷയില് അറിയില്ല. മച്ചിലി. മച്ചിലി. മനസ്സിലായി. അപ്പൊ എലിക്ക് എന്താണ് പറയാ? നച്ചലി. നച്ചലി. മീനാകുമ്പോ എലി. എലിക്ക് ചൂഹ. ആഹാ. ഇനി ഞണ്ടിന് എന്ത് ഹിന്ദിയിൽ പറയും? അറിഞ്ഞൂടാ. കേക്കട. പറയടാ. ഞണ്ടിന് ഹിന്ദിയിൽ പറയുന്നത് കേക്കടാ. കേക്കടാ. അങ്ങനെയാണെങ്കിൽ കൊഞ്ചിന് എന്ത് പറയും? കേട്ടുകൊണ്ടിരിക്കടാ. നമുക്ക് ഹിന്ദി വിടാം. ഇയാൾ മലയാളം തന്നെ നിനക്ക് പറ്റിയത്. പിന്നെ നമ്മളിപ്പം റീൽസ് നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്തിട്ടിട്ട് കാര്യമില്ല. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ഒരു സംഭവം വേണം. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോ ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയ കഴമ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്ടർ നമ്മൾ അട്രാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ അഭിനയിച്ച മുഖത്ത് എക്സ്പ്രഷൻ വേണം. പിന്നെ ഡാൻസ് കളിക്കണം. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു ചെറിയ സംഭവം കാണിച്ചു. ഞാൻ നോക്കണേ, ഞാൻ പറയണേ. ഇല്ല ഈ പാട്ട് ഞാൻ പറയാൻ ഒന്ന് പ്ലേ ചെയ്യണേ. ഞാൻ ഓക്കെ പറയുമ്പോഴേ പ്ലേ ആവും കേട്ടോ. നോക്കിക്കോ. ഏതായാലും നമ്മൾ ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകൾ വാരിയിട്ടോണം. പ്ലേ. മാരികാതം പൂത്തിറങ്ങും മാത്രം എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. അണ്ണ സൂപ്പറായിട്ട് കളിച്ചു കേട്ടാ. ഇത് ഞാൻ ചെയ്യാം, പിന്നെ പഠിച്ചിട്ട് ചെയ്യാം. നമുക്ക് അടുത്തിന് വേണ്ടെന്ന് വെച്ചാല് ഈ റീൽസ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താണ് കണ്ടന്റ് എന്ന് ജനങ്ങളെ അറിയിക്കണം. അറിയിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വെറുതെ കണ്ടന്റ് ചെയ്തിട്ട് കാര്യമില്ല. സാധാരണ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കഥ എഴുതാനുള്ള ഒരു കഴിവാണ്. എഴുതും. എന്തെങ്കിലും ഒരു ഐഡിയ പറ. ഞാനൊരു ചെറിയ കഥ പറ. ഒരു ചെറിയ കഥ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയ കാട്. ഈ ചെറിയ കാട്ടിൽ ഒരു ചെറിയ ആമയും ഒരു ചെറിയ മുയലും ഒരു ചെറിയ ഓട്ട മത്സരം നടത്തി. അങ്ങനെ ഈ ഓട്ട മത്സരത്തിൽ ഈ മുയല് ചെറുതായിട്ടൊന്ന് തോറ്റു. സിനിമയ്ക്ക് ചെറിയ കഥയല്ല, വലിയ കഥയാണ് വേണ്ടത്. വലിയ കഥ പിടിച്ചോ. ഒരു വലിയ കാട്, ഒരു വലിയ ആമയും ഒരു വലിയ മുയലും ഒരു വലിയ ഓട്ട മത്സരം നടത്തി. അപ്പൊ ഈ മുയല് വലുതായിട്ടൊന്ന് തോറ്റുപോയി. ആമയും മുയലിനെ കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? മനുഷ്യരുള്ള കഥ പറ. മനുഷ്യരെ കഥ അറിയണ്ടേത്. എന്നാ പിടിച്ചോ. കുട്ടനാടാണ് പശ്ചാത്തലം. അത് കൊള്ളാം, നല്ല ലൊക്കേഷനാണ് കുട്ടനാട്. അപ്പൊ ക്യാമറ ഇങ്ങനെ പൊങ്ങി വരുന്നു. സന്ധ്യ സമയം, പെട്ടെന്ന് കറണ്ട് പോകും. അപ്പോ ഒരു അമ്മുമ്മ, ഒരു വൃദ്ധനോണ വീട്ടിൽ താമസം. അപ്പൊ ഒരു മെഴുകുതിയും കത്തിച്ചിട്ട് ഈ വൃദ്ധ എങ്ങനെ വരെയാണ് കൊലിസിന്റെ കൊലിസ്. എന്നിട്ട് ആ മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ആ മെഴുകുതിരിയുടെ അരണ്ട വെട്ടത്തിൽ അവർ കാണുന്നു അങ്ങ് അകലെയുള്ള കുറ്റിക്കാട്ടിൽ ആമയുടെ മുയലിന്റെ ഓട്ടം. ഓടിക്കോട്ട് വേണ്ട. അതായത് ഞാനിപ്പം ഒരു സംഭവം പറഞ്ഞുതരാം. ട്രെൻഡിനൊപ്പം പോണം. പോകൂല, അയാൾ ബിസിയാണ്, യുദ്ധം നടക്കുകയാണ്. ട്രെൻഡിനൊപ്പം പോണോന്നല്ല പറഞ്ഞത്. ട്രെൻഡ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറ. അങ്ങനെ ചില ഞാൻ പറഞ്ഞുതരാം. ഈ ആമയും മുയലും ഓടൂലേ? ഈ ഓടുമ്പോ ഈ മുയലിന്റെ ബാക്കിൽ നിന്ന് ഒരു കുറുക്കം വന്നിട്ട് ഈ മുയലിന്റെ അടുത്ത് ചോദിക്കും, നീ കാട്ടാക്കട എവിടെ ഉള്ളേടാ? കഴിഞ്ഞ ദിവസേ ഈ കൊച്ചിയിൽ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ പങ്കെടുക്കണം. പറ്റില്ല, എനിക്ക് അമ്മയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ചേച്ചി ഉണ്ടായിരുന്ന? ചേച്ചിയൊന്നുമില്ല, ഞാൻ ചിറ്റപ്പം വല്യച്ഛൻ ചേട്ടൻ. അമ്മയുടെ സംഘടനയുടെ മീറ്റിംഗ്? സംഘടനയൊന്നും അല്ലെന്ന്. എന്റെ അമ്മ വസ്തു ഭാഗം വെക്കുന്ന എന്റെ മീറ്റിംഗ് ആയിരുന്നു. ഞാൻ വീടോണെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് കിട്ടിയാ? ചേട്ടന്റെ ഒരെണ്ണം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പഴയ കട തന്നെ കിടന്നോളാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ ചേട്ടൻ ചെറിയൊരു പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ആണ് സിനിമയിൽ. ആണോ? എനിക്ക് എങ്ങനെയും പറഞ്ഞ് എനിക്കൊരു വേഷം മേടിച്ചു തരുമോ? 1-2 ആഴ്ച കഴിയും. ചേട്ടത്തെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കണം. ചേട്ടത്തി 6ാമത് പ്രസവിക്കാൻ കിടക്കുന്നു. പുള്ളി എന്തെന്ന് പറഞ്ഞ? പ്രൊഡക്ഷൻ കൺട്രോളർ. ആദ്യം അവന്റെ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാം, എന്നിട്ട് സിനിമയിൽ വന്ന് ഉണ്ടാക്കാന്ന് പറയാം. പരിചയപ്പെടാൻ വേണ്ടേ? എങ്ങനെയും ചേട്ടന്റെ പരിചയത്തിൽ നമുക്ക് പോവാം. അതായത് ഞാൻ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ യാഷിന് വേണ്ടി ചെറിയൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ പരിചയം ഉണ്ടല്ലോ, അതുവഴി ഞാൻ എന്തായാലും പോയി ജസ്റ്റ് ഒന്ന് കഥ പറയും. എന്താ സംഭവം? ത്രെഡ് എന്ന് പറഞ്ഞ തുടക്കം ഞാൻ പറഞ്ഞുതരാം. തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ ഷോട്ടാണ്. ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുകയാണ് യാഷ്. വന്ന് ഇറങ്ങിക്കൊണ്ട് ഒരു വിഷയം വെച്ച് ചാട്ടപ്പട പറഞ്ഞ് വെടിവെച്ച് കൊല്ലുകയാണ്. വില്ലന്മാരാ. വേണ്ട, ഞാനൊരു ടിസ്റ്റ് പറഞ്ഞുതരാം. ടിസ്റ്റാ? പിന്നെ ടിസ്റ്റ് കുഴപ്പമില്ല. വില്ലന്മാരെ വെടി അത് സ്ഥിരം ഉള്ളതാണ്. ഈ റോക്കി ബായ് വെടിവെക്കുമ്പോൾ ഈ വെടിയെന്ന് കൊള്ളുന്ന ആർക്കാന്നറിയാമോ? ആർക്കാണ്? നമ്മളെല്ലാം മുയലില്ലേ, അതിന്റെ കാലിലാണ് കൊള്ളുന്നത്. അങ്ങനെയാണ് ഈ മുയല് ഓട്ടത്തിൽ തോറ്റു പോകുന്നത്. നമ്മളിക്കോട്ടാ പോടെ. രാവിലെ വന്നാണ് ഇതൊക്കെ റിവ്യൂ കൊടുക്കാൻ വേണ്ടിട്ട്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, വിശം നയിക്കുകയാണ്. എന്നാ പിന്നെ പൊറോട്ടയും മുയലിറച്ചി എടുക്കട്ടെ. മുയലിറച്ചി എവിടെ നിന്നാണ്? നേരത്തെ കൊന്ന മുയൽ എന്തിനു വെറുതെ
എന്റെ ഒരു സുഹൃത്തുക്കൾ കുറച്ച് ഒരു ചെറിയൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. വെബ് സീരീസ് അതിനകത്ത് വേണമെങ്കിൽ ഞാൻ ഒരു വേഷമാൻ ചേരാം. അടുത്ത ആഴ്ച ഫ്രീ ആണ്. അടുത്ത ആഴ്ച എനിക്ക് ഈ വർഷം ഡേറ്റ് ഇല്ല. ഈ വർഷം ഡേറ്റ് ഇല്ലേ? വേറെ വർക്ക് വല്ലതും കമ്മിറ്റ് ചെയ്താ? ഇല്ല. ഇന്നെന്താ ഡേറ്റ് ഇല്ലാത്തത്? അത് ചേച്ചിയുടെ കൊച്ചു വീട്ടിലെ കലണ്ടർ വലിച്ചേറി കളഞ്ഞു. ഈ വർഷമേ എനിക്ക് ഡേറ്റ് ഇല്ല. എന്റെ പാടുവെക്കി പോടെ, എങ്ങനെയാലും ഞാൻ പോട്ടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതെന്താണ് ഈ വാഴയും കൊണ്ട് നടക്കേണ്ട കാര്യം? എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇത് എനിക്ക് ഈ കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അതാരാ ഈ എലീനയുടെ അടുത്തൊരു ഓണത്തുമ്പി ഇരിക്കുന്ന? അത് പുതിയ കിളിയാണ്. കിളി. എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പിള്ളേരെ കാണുമ്പോൾ കല്യാണം കഴിക്കണം എന്നുള്ള ത്വര വരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോ ജോത്സ്യര് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റൂല, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് എന്നെ കളഞ്ഞിട്ട് പോകുന്നു. സ്വാഭാവികം. അതല്ല, അതിന് ഒരു പ്രതിവിധിയും പറഞ്ഞു. ആദ്യം നമ്മളൊരു വാഴയെ കല്യാണം കഴിക്കണം. വാഴയെ കല്യാണം കഴിച്ചിട്ട് ആ വാഴ വെട്ടിക്കളയണം, എന്നിട്ട് വേറെ കല്യാണം കഴിക്കാൻ. നാട്ടുമ്പുറത്ത് അങ്ങനെ ഒരു സംഭവം പറയുന്നു. അതായത് മറ്റേ കല്യാണം നടക്കാത്തവർക്ക് വാഴ കല്യാണം, അതാണല്ലോ സംഭവം. അതെ അതെ അതെ. വെട്ടിയപ്പോ അത് കഴിഞ്ഞു, ഞാൻ കളഞ്ഞേക്കാത്തത്. കളയാൻ തോന്നുന്നില്ല, ഞങ്ങളങ്ങ് അടുത്തുപോയി. ഭയങ്കര സങ്കടം എനിക്ക്. വേറെ വിശേഷം? വിശേഷമൊന്നും ആയിട്ടില്ല. ഞങ്ങൾ തീരുമാനം എടുത്ത് 2 വർഷം കഴിഞ്ഞ് ഒന്ന് സെറ്റിലൊക്കെ ആയിട്ട് മതി. ഊട്ടിയില് ഹണിമൂണിനൊക്കെ പോന്നിട്ട് നോക്കാം. നിന്റെ ആവശ്യം സിനിമയിൽ അഭിനയിക്കണമെന്നാണല്ലേ? സിനിമയിൽ അഭിനയിക്കണം. എനിക്ക് വാഴയിൽ അഭിനയിക്കണം. ഇനി അതിനകത്ത് അഭിനയിക്കാൻ പറ്റുമോ? വാഴയിൽ അഭിനയിക്കാൻ പറ്റില്ല, ആ സിനിമ എടുത്ത് കഴിഞ്ഞല്ലോ. അയ്യോ, എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം. വേറെ ഒരു പുതിയൊരു പടം എടുക്കുന്നു. മതി മതി മതി. ആ പടത്തിന്റെ പേരും നിന്റെ പേരും കൂടെ കറക്റ്റ് ആയിരിക്കും. കിഴങ്ങ്. ആ പേര് ഡോക്കൂല, അതിനും കോപ്പിറൈറ്റിന് ആള് വരും. എന്റെ അച്ഛൻ, എന്റെ അച്ഛനെ നാട്ടുകാർ വിളിക്കുന്ന കിഴങ്ങന്നല്ലേ. എന്ത് പറയാത്ത? ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് കോപ്പിറൈറ്റ്. ഇങ്ങനെ കാണിച്ചോ. അപ്പൊ എങ്ങനെയാ നമ്മളിനി യുദ്ധം അങ്ങ് തുടങ്ങുകയല്ലേ? കോമഡി പരിപാടി കഴിഞ്ഞു. അപ്പൊ അവർക്ക് അങ്ങ് ചാൻസ് കൊടുക്കാം. നമ്മളെല്ലാം എപ്പോഴും സ്കോർ ചെയ്യുന്നത്, ഇത്തവണ അവരെടുത്തോട്ടെ, കുഴപ്പമില്ല. ആര് സ്കോർ ചെയ്ത്, എവിടെ സ്കോർ ചെയ്ത്, പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആ പടം ഓണത്തുമ്പിൽ ഒന്ന് സ്കോർ ചെയ്ത് നിങ്ങൾ. അതും ആ കൊച്ചുകൊണ്ട് അല്ലേ മക്കളെ? അവളെ സ്വന്തമായിട്ട് ഡ്രസ് ഇട്ടുകൊണ്ടൊന്ന് ഓണത്തുമ്പിന്റെ കൗണ്ടർ മേടിച്ചോണ്ട് നിങ്ങൾ ഇത്തിരി സ്കോർ ചെയ്യും. ഇതിൽ ആരെയാണ് ഓണം തുപ്പിട്ട് വിചാരിച്ചത്? തുപ്പിയല്ല, ഓണത്തുമ്പി. നിങ്ങളുടെ ടീമിലുള്ളവരോട് ഒന്ന് ആരോഗ്യത്തോടെയും ഉണർന്നിരിക്കാൻ പറയാം. ഉണരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അടിപൊളി ടീമിനെ ഇറക്കുകയാണ്. ഗ്യാരണ്ടീഡ് ടീമാണ്. വേറെ ആരുമല്ല, ശരത്, ഷൈൻ, ഐശ്വര്യ. എന്നാ ഐശ്വര്യായിട്ട് ആ ബാറ്ററി കൂടെ ഒന്ന് ഓണാക്കി ചോദിച്ചു. ബാറ്ററി ഓണാണേ. അപ്പൊ വരട്ടെ, ശരത്, ഷൈൻ ആൻഡ് ഐശ്വര്യ. ഹലോ അമ്മ, ഇങ്ങനെ തെറി വിളിക്കാതെ ഞാൻ പറയുന്നത് ആദ്യം അമ്മ ഒന്ന് കേക്ക്. അതായത് നമ്മുടെ അവിടെ ചൈനീസ് മേളെ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദിക്കാരി കൊച്ചുണ്ടല്ലോ, നല്ലതുപോലെ മലയാളം പറയുന്നേ, അവളെ ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടി. അതെ, ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരുന്നില്ല. പണ്ട് നാട് വിട്ടുപോയ നമ്മുടെ മാമനുണ്ടല്ലോ, പഞ്ചാബിലുള്ള മാമന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. മാമനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാലേ, അവരുടെ ബന്ധുക്കാർ ഹിന്ദിക്കാർ വല്ലതും വരുവാണെങ്കിൽ ബംഗാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്ന പാറയൊന്നും ചുമ്മി ഇടിയിപ്പിക്കല്ലേ അമ്മ. നാളെ അവരെ നമുക്ക് കാണാനുള്ള അമ്മ, മനസ്സിലായ? അതെ, അന്നാ ഞാൻ വെക്കട്ടെ. മാതാജി. അയ്യോ, ഞാൻ നാട്ടിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ട് വന്ന സാധനം. അതെ, മൊണാലിസ. മൊണാലിസ എങ്ങനെ ലാഗ് വരാതിരിക്കും? ഒരു സ്കിറ്റ് തുടങ്ങുമ്പോ ഒന്നുകിൽ ഓടി വരണം, അല്ലെ നടന്നു വരണം. ഇങ്ങനെ പെട്ടിക്കകത്ത് കയറി വന്നാ പിന്നെ ലാഗ് അടിക്കത്തില്ലേ? ലാഗ് അടിക്കും. ഈ പേടിക്കേണ്ട കാര്യമില്ല, മൊത്തം ഞാൻ നിന്നെ അൺബോക്സ് ചെയ്ത് തരാം. ഏത് സ്ഥലമായാലും എന്താ, ക്ലൈമാക്സ് എങ്ങനെ ഉണ്ട്? അയ്യോ അതല്ല, ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടെന്ന്. പോകരുത്. നിനക്ക് മലയാളം അറിയാവുന്ന ഞാൻ ഇവിടെ എല്ലാരോടും നേരത്തെ രജിസ്റ്റർ ചെയ്ത്. നിനക്ക് മലയാളത്തിൽ പറയാൻ പറ്റുമോ? അപ്പൊ ഞാനിവിടെ ഹിന്ദി പറയണ്ടേ? വേണ്ട. പിന്നെ ഹിന്ദി ഞാൻ മിണ്ടുന്നില്ല. അപ്പോഴേക്കും പിണങ്ങി. ഇനിയിപ്പം നമ്മൾ ഹിന്ദി പറയണമായിരിക്കും. പറയാം. മരപ്പട്ടി അല്ല, മേരാ ബേട്ടിന്ന്. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ചേട്ടൻ. നേരാ മൊണാലിസ. പീറ്റർ പള്ളിക്കുടം ഗയാ നഹി. മരം വെട്ടുകാരൻ കാ മേരാ പിതാജി. आंखों के सामने मेरे अम्मची का केर पिടിച്ച रेंजर साहिब ने एक बेटे ने 2 तुंड बनाकर जेल में जाएगा.
നിനക്ക് 9 വയസ്സ്. ഇത്രയും വലിയ ഡയലോഗ് പറഞ്ഞ് 1 മിനിറ്റ് കളഞ്ഞപ്പോ നിനക്ക് സമാധാനമായില്ല? എന്നെ കളിയാക്കല്ലേ കേട്ടോ. അച്ഛാ മിണ്ടി പോകരുത്. നിന്റെ അച്ഛന്റെ കാര്യം, എന്നെ തല്ലിക്കൊല്ലാൻ നടക്കുന്ന നിന്റെ അച്ഛന്റെ കാര്യം എന്നോട് പറയണ്ട. അച്ഛന്ന് വെച്ചാ നല്ലത്. അയ്യാ, ഇവിടെ അച്ഛൻ നല്ലത്, നമ്മുടെ അച്ഛൻ നല്ലത്. ആയിക്കോട്ടെ, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ പറയണ്ടടി. നിന്റെ അച്ഛൻ വന്നാലും ചേട്ടൻ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു മാമന്റെ അടുത്താണ് ഞാൻ വന്നത്. പിടിച്ചു നിൽക്കാനാണെങ്കിൽ അത് മാമനായിരിക്കത്തില്ല, മതിലായിരിക്കും. ഇപ്പൊ നീ പറഞ്ഞില്ലേ ഈ കൗണ്ടർ, ഇതൊന്ന് ഹിന്ദി പറയോ? അതെന്നാ? മലയാളത്തിൽ ഏറ്റിട്ടില്ല, ചിലപ്പോ ഹിന്ദിയിലേക്കുമായിരിക്കും. ഇത് പറഞ്ഞു. ചേട്ടാ ചേട്ടാ, എടി എന്റെ മാമനും അച്ഛനും ആരായിരുന്നറിയോ? ഇല്ല. ഗുസ്തിയായിരുന്നു. 10ാം ക്ലാസ് കുസ്തിയാന്നോ? അതല്ലെന്ന്. പിന്നെ? എടി എന്റെ അച്ഛൻ ആരാന്ന് നിനക്കറിയാവോ? ഇല്ല. 50 പഞ്ചാബികളെ ഒറ്റയ്ക്ക് ഇടിച്ചിടുന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപയ്ക്ക് ബെറ്റും വെച്ച് ഗോതയിലോട്ട് ഇറങ്ങിയ മനുഷ്യനാണ് എന്റെ അച്ഛൻ. അച്ഛന്റെ ഒറ്റ ഇടിക്ക് പഞ്ചാബികൾ പറന്ന്. എന്നിട്ടെന്താ, മത്സരം കഴിഞ്ഞപ്പോ 25 ലക്ഷം രൂപയാ എന്റെ ഈ കയ്യിലോട്ട് വെച്ച് തന്നത്. അച്ഛൻ ജയിച്ചപ്പോ കിട്ടിയതായിരിക്കും. അല്ല, അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ഇൻഷുറൻസ് തുക. അല്ല, അപ്പൊ പഞ്ചാബിയോട് പറന്നെന്ന് പറഞ്ഞതാ? അത് തന്നെ. അച്ഛൻ ഒറ്റ ഇടി ഇടിച്ചതേ ഓർമ്മയുള്ളൂ. പഞ്ചാബികൾ പറന്ന് നിന്ന് അച്ഛനെ ഇടിച്ചത്. അല്ല, അപ്പൊ കൂടെ വന്ന അമ്മാവനാ? അമ്മാവനോ? എടി, അച്ഛൻ എന്തെങ്കിലും പറ്റിയ അമ്മാവൻ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. അമ്മാവൻ ഗോതയിലോട്ട് ചാടി ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന പഞ്ചാബിയുടെ കൈ പിടിച്ച് പൊക്കിട്ട് പറഞ്ഞെന്താന്നറിയാവോ? നീയാണ് ഫസ്റ്റ്, നീയാണ് ജയിച്ചതെന്ന്. അങ്ങനെ പറഞ്ഞ അമ്മാവന്റെ അടുത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്, അറിയാമോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞ അമ്മാവന് നിങ്ങൾ അറിയാവോ? ചോർ ചോർ തീഫ് തീഫ് അറിയാവോന്ന്? എടി, നമ്മള് വന്നെന്നറിഞ്ഞോണ്ട് പുള്ളിക്കാരൻ ചോറും ബീഫും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ ചോറും ബീഫും അല്ല, ചോർ തീഫ് എന്നൊക്കെ പറഞ്ഞ കള്ളന്നർത്ഥം. അപ്പൊ നീ വന്നത് കണ്ടു കാണും. നീ എവിടെയും പോയി തുളിക്കടി. അയ്യടാ, അങ്ങനെ ഇപ്പൊ മാമനും മോനും ഒറ്റയ്ക്ക് സംസാരിക്കണ്ട. നിങ്ങൾ എന്താണ് സംസാരിക്കണമെന്ന് എനിക്കും കേൾക്കണം. എന്റെ പൊന്നെ, നീ എവിടെയും പോയി ഒളിച്ചിരിക്കും. മാമനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേഷ്യക്കാരനാ. പോവത്തില്ല. പോവത്തില്ലേ? അതുകൊണ്ട് നിന്റെ ലിപ്സ്റ്റിക് കിടക്കുന്നു. അതുകൊണ്ട് പോയി നോക്കണേ. അനങ്ങി പോകരുത് ഇവിടുന്ന്. നീ കാണണ്ട, നീ അങ്ങോട്ട് മാറി നിൽക്ക. മാമാ, തോനെയൊന്നും തുമ്മാൻ പറ്റത്തില്ല. ഒരു പേപ്പർ കിട്ടിയാൽ ഞാൻ വേണേ 2 വട്ടം തുമ്മാം. എടാ, നീ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായില്ലേ എന്നെ? ഇപ്പൊ അടുത്ത് വന്നപ്പോ കത്തിയോ? പിന്നെ അടുത്ത് വരുമ്പോ പെട്ടെന്ന് ഒരു കത്ത, ഇയാൾ പെട്രോൾ അല്ലെന്ന് അതല്ലെന്ന്. പിന്നെ മാമ, ഞാനേ മേലെടത്തെയാ. വേദന എടുത്തിട്ട് ഞാൻ മേലെടുത്ത് ശാരദയുടെ മോനാ. ഓ, ശാരദയുടെ മോനാണോ? നേരെ വെച്ചാലും ചരിച്ചു വെച്ചാലും ഞാൻ ശാരദയുടെ വൈകിട്ട് വരെ ഇത് വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ കൈ അടയ്ക്കത്തില്ല. ഞാൻ ഇവിടെ സൈഡിലോട്ടാണ് വെച്ചോട്ടെ. അതല്ലെന്ന്, അവിടെ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഓ, അങ്ങനെ. അല്ലെങ്കിൽ നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഞാൻ നാട് വിട്ടു പോയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് തിരക്ക് പോലും ചെയ്തു, അറിയാം? ആര് പറഞ്ഞു? മാമനെ കാണുന്നില്ലെന്ന് പറഞ്ഞോണ്ട് മാമന്റെ ഫോട്ടോ വെച്ചൊരു വീഡിയോ ഞാൻ അയച്ചില്ലായിരുന്നു. അത് ഞാൻ കുൽസത്തിന്റെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടായിരുന്നു. മാമൻ കാണുന്ന സൈറ്റിലല്ലേ ഇടാൻ പറ്റൂ. ഇതെന്താടാ ഇത്? കേട്ടാ, എന്താ ഇത്? ഇത് നാട്ടിന്ന് പറയണ്ട, മനസ്സിലായി. എന്ത്? ഫ്രിഡ്ജ് കൊണ്ടുവന്നല്ലേ? ഫ്രിഡ്ജ് കൊണ്ടുവന്നല്ലേ? എന്നെ കാണാൻ വന്നപ്പോ നീ ഫ്രിഡ്ജ് കൊണ്ടു. നിനക്ക് ഞാൻ ഇപ്പൊ എന്ത് വത്തായിരുന്നു? മൂക്കാമ്പട്ട ഇടിച്ച് ഞാൻ അങ്ങ് പൊട്ടിക്കട്ടെ. എന്തിന്? അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഗുസ്തിക്കാരാണ്, എനിക്ക് ഇതൊക്കെയാണ് തരാൻ പറ്റത്തുള്ളൂ. ഗുസ്തിക്കാരാണ്, എനിക്ക് ഇതൊക്കെയാണ് തരാൻ പറ്റത്തുള്ളൂ. മാമൻ എന്തു മാമ ശരിക്കും? ഈ ഫ്രിഡ്ജ് അവിടെ ഇരുന്നല്ലേ? അയ്യോ, അല്ല. അല്ലേ, നമ്മള് ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് പുറമോട്ട് വന്നതാ. അങ്ങനെ നമുക്ക് നീങ്ങി സംസാരിക്കാം. ഫ്രിഡ്ജ് വന്ന് നിൽക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മാമൻ കേക്കണം. അതായത് ഫ്രിഡ്ജ് ഇപ്പൊ എവിടാ നിക്കുന്നേ? അങ്ങ് നിൽക്കുന്നു. അപ്പൊ ആ ഫ്രിഡ്ജ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റൂ? ഇല്ല. പിന്നെ എന്തിനാ മാമ ഇങ്ങനെ കള്ളത്തരം പറയുന്നേ? ഓ, സോറി, എനിക്ക് അബദ്ധം പറ്റി പോയി. ആ ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് ചെന്ന് കയറില്ല, പിന്നെ പറയും ഫ്രിഡ്ജ് കൂടെ വന്നെന്ന്. സോറി. അതെ, നീ ഇപ്പൊ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? അത് പറ. അതെ മാമ, അതെ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് മാമ. എന്താണ് പ്രശ്നം? അതായത് ഞങ്ങളുടെ ഇവിടുത്തെ ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടപ്പോൾ ഞാനത് അടിച്ചോണ്ട് വന്നു. അത് എന്റെ കറക്റ്റ് സൈസിന് പറ്റിയതായിരുന്നു. നിന്റെ കുഴപ്പമല്ല, നിന്റെ പാരമ്പര്യത്തിന്റെ നിക്കർ മോഷണം. നിന്റെ അച്ഛനും പോലെ എവിടെ നിക്കണ്ടല്ലോ അപ്പം പൊട്ടിക്കൊണ്ട് വരുമോ? അയ്യോ, നിക്കർ മോട്ടിച്ചതല്ല. പിന്നെ ഞാനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നെന്നാ പറഞ്ഞേ. നീ എന്തിനാ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത്? അല്ലാതെ പിന്നെ ഞാൻ ജാഥ വിളിച്ചോണ്ട് പറഞ്ഞായിരുന്നു. ഞാൻ മുതുക്ക് മുറ്റടിച്ചിരിക്കുന്ന എനിക്കൊരു പെണ്ണില്ല, പിന്നെ നിനക്ക് എന്തിനാണ് ഇപ്പൊ ഒരു പെണ്ണ്? മാമ, നമുക്ക് വയ്യാതെ കിടക്കുന്ന നേരത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണ്ടേ മാമ? അങ്ങനാണെങ്കിൽ നീ അവിടുന്ന് ഒരു ഫ്ലാസ്ക് എടുത്തോണ്ട് വന്നാ പോരായിരുന്നു.
ഈ ഫ്ലാസ്കിനെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റൂ? അപ്പൊ അതാണ് നിന്റെ മെയിൻ വിഷയം. പിന്നെന്തിനാ ചൂടുവെള്ളത്തിന്റെ മടക്കൊണ്ട് കെട്ടിവെച്ചത്? മാമ അതല്ലെന്ന്, അങ്ങനല്ല മാമ. ഇപ്പൊ ഞാൻ എന്ത് വേണം? മാമ ഒന്നും വേണ്ട. മാമൻ ചെറുതായിട്ടൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരു ജീവിതം തുടങ്ങും. ആണോ? കണ്ണടച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു കണ്ണടച്ചില്ലല്ലോ. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അത് വേണ്ട. മാമൻ എന്നെ അവളെ കൂടി പെരക്കാത്തോട്ട് കയറ്റാൻ പറ്റുമോ? നീ ആദ്യം ആ പെണ്ണിനെ ഒന്ന് കാണിക്കും. മാമൻ പെണ്ണിനെ കണ്ടില്ലേ? ഇല്ല. മാമന്റെ മൂക്കിന്റെ തുമ്പത്തുണ്ട് പെണ്ണ്, കണ്ടില്ലെന്ന്. എന്ത് കാണിക്കുന്നേ? മൂക്കിന്റെ തുമ്പത്തുണ്ടെന്ന് പറഞ്ഞു. മിശലാണ് തട്ടി അവള് താഴെ വീണാലോ? അതല്ലെന്ന്. പെണ്ണ് ഇവിടെ ഉണ്ട്, ഗസ്റ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇവിടെ ത്രൂ ഔട്ട് കളിച്ചിട്ടേക്കുന്നില്ല, പിന്നെ ആ ഗസ്റ്റ് കളിക്കാൻ പോകുന്നു. അതല്ലെന്ന്, ഒന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റൂ. നിനക്ക് അവളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തന്നാ മതി, ഞാൻ കാണിച്ചു തരാം. തൊട്ട് പോകരുത്. എന്താ? ആ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തോട്ട് വരും. എന്തായാലും ഞാൻ കാണിക്കാം, മാമൻ കണ്ടാ മതി. ഒരു പെണ്ണ് കൊള്ളാ കേട്ടാ. ഇനിയുണ്ടോ നീ? എന്ത് പോയി കാണിക്കുന്നേ? എന്റെ ടെണ്ടടെ വെച്ചിട്ട് ഇത് പെണ്ണാവുന്നില്ല. നിന്റെ ടെണ്ടടെ വെച്ചിട്ട് ഇതൊന്ന് പെണ്ണാക്കി തരാൻ പറ്റും? എന്റെ പൊന്നു മാമ, എന്റെ ടെണ്ടടെ അല്ല ഇത്. പിന്നെ ഇതിന്റെ അകത്താണ് ഞാൻ അവളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എടുത്ത് മാറ്റി വെച്ചേ. ആണോ? കെട്ടാൻ പോകുന്ന പെണ്ണാണോ അത്? അത് തന്നെ. പറയണ്ടടാ വന്നപ്പോഴേ. ഹിന്ദിക്കാരി കൊച്ച. ഹിന്ദിയൊക്കെ മാമന് നല്ലോണം അറിയാലോ. പിന്നെ മാമ ഒന്ന് സംസാരിക്കാം. തുമാരാ നാം ക്യാ ഹേ? നൊണാലിസ. കണ്ടാ പൊളിക്കില്ലേ? എന്ത്? കാക്കടുത്ത നോണ പറഞ്ഞൊരു കൊച്ചിനടുത്ത് ഞാൻ അവളുടെ പേരാണ് നൊണാലിസ. അങ്ങനാണെങ്കിൽ സിമ്പിൾ അല്ലേ? പറഞ്ഞു കൊടുക്കടി. കടുവ. ഗർ എന്നാക്കുന്നത് കടുവ. വീട് എവിടാന്നാ ചോദിച്ചത്? കടുവയുടെ വീട് എവിടെ? ഗുഹ. പക്ഷെ അവൻ പറഞ്ഞാണ് ശരി. എന്തോന്ന്? കടുവയുടെ വീട് ഗുഹ. മാമൻ എന്റെ വീട് എവിടാന്നല്ലേ ചോദിച്ചേ? എന്റെ വീട് ഇവിടെ അടുത്ത മാമ. എടാ പച്ചവെള്ളം പോലെ ഹിന്ദി സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഒരു മിസ്റ്റേക്കും ഇല്ല, എനിക്ക് മനസ്സിലായി. മലയാളമാണ് സംസാരിച്ചത്, അവക്ക് മലയാളം അറിയാം. അപ്പൊ അങ്ങനാണെങ്കിൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഉപയോഗം? അതായത് മാമ, ഇവരുടെ വീട്ടുകാരെന്നെ തല്ലാൻ നടക്കുവാണ് മാമ. എടാ എന്റെ കൊച്ചനെ ആരാടാ തല്ലുന്നത്? ആരാടാ തല്ലുന്നത്? അതല്ല മാമ, ഈ ഗുസ്തിക്കാര് ഗുസ്തി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ 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 ആക്കുന്ന എന്തിനാ മാമ? ഗുസ്തിക്കാരെങ്ങനെയാ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ പറഞ്ഞ് ഞാൻ നിൽക്കുന്ന നിപ്പി ഉറങ്ങും. അപ്പൊ ഞാൻ എന്നെ തന്നെ ഉണർത്തും. എഴുന്നേക്കടാ, വാടാ, അടിക്കാൻ പോണ്ടടാ. അങ്ങനെ അപ്പോഴേ പെട്ടെന്നൊരു അറ്റാക്ക് വന്നാലോ? മരിച്ചു വീഴും. അറ്റ സൈലന്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, അപ്പൊ തന്നെ മരിച്ചു. അതല്ലെന്ന്, നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന്? ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞുതരാം. നിനക്ക് മാത്രം. അവൾ നമ്മുടെ കൊച്ചല്ലല്ല. കേക്കട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഒരാള് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ ആദ്യം നമ്മുടെ കണ്ണ് സേവ് ചെയ്യണം. സേവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബാങ്കിൽ കൊണ്ടിടാം. നമ്മൾ ചത്ത് വീണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ കണ്ണ് സേവ് ചെയ്യണം. അതെന്തിനാ മാമ? നമ്മളെ എങ്ങനെ ഇടിച്ചത് ആരാണെന്ന് നമുക്ക് അറിയണ്ടേ? ഇവൻ എങ്ങാണോ ആ വഴിക്ക് വന്നിരിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പോകരുത്. അതെന്താ? നമ്മുടെ ഉള്ള കണ്ണൂടെ നഷ്ടപ്പെടത്തില്ല. എങ്ങാനും നമ്മൾ ഇടികൊണ്ട് വീണാൽ കണ്ണുണ്ടെങ്കിൽ നമുക്ക് എഴഞ്ഞാൽ വീട്ടിലെത്താം. മാമൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കണ്ട മാമ. എന്നാ ഇയാടെ അരയെ കെട്ടേക്കുന്ന ഏലസാണോ ഞാൻ? അതല്ലെന്ന്, മാമൻ ഞങ്ങളുടെ കൂടെ നിന്ന് ഈ കല്യാണം നടത്തി തന്ന ഒരു പ്രശ്നമില്ലെന്ന്. കൊച്ചിന് എത്ര വയസ്സുണ്ട്? 16 വയസ്സാടാ. അല്ല, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ 18 വയസ്സുണ്ടായിരുന്നു. ചിലപ്പോ 2 വയസ്സ്. 16 വയസ്സുള്ള ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്കോ ഇല്ലടാ കേസ്. അയ്യോ, ഡിസ്കോ എന്നല്ല, ആ കേസിന് വേറെ പേരാ പറയുന്നത്. അപ്പൊ നിനക്കത് അറിയാം. ഇത് അറിഞ്ഞു വെച്ചിട്ടാണ് ഈ കൊച്ചിനെ വിളിച്ചത് എന്റെ വീട്ടിലോട്ട് വന്നത്. ഇങ്ങനെ ഞാൻ ഇനി ജയിലിൽ പോയി കിടക്കണ്ടാടാ ഞാൻ. മാമൻ എന്തിനാ മാമ പേടിക്കുന്നേ? പോലീസുകാർ വരുമ്പോ മാമൻ കാട്ടാ കുസ്തി കാണിച്ചാ പോരെ? അത് തന്നെ ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. പോലീസുകാർ വരുമ്പോ ഞാനെന്തോ കാട്ടാനാ? ഞാൻ വിളിച്ചോണ്ടിറങ്ങണ ഇതിനെ. അത് हम लोग पसंद है. വടക്കേക്കര അഭിമാനകരമായി പ്രസന്റ് ചെയ്തുകൊണ്ട് പറയല കേട്ടോ. हम लोग लेके आए, आप लोग बहुत अच्छा काम किया. सही है ना बीवी? बीवी അല്ല ദീദി. ഇല്ല, അഖിലേട്ടന് ഫീൽ ചെയ്തോ? ചേച്ചി ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ട് കേസാണ്. മൊണാലിസ ഫ്രിഡ്ജുമായിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്ന ആ ഒരു സീനില്ലേ, മൊണാലിസ, അതെനിക്ക് ഒരു സിനിമയിലെ ഫ്രെയിം, ഒരു സീൻ കാണുന്ന പോലെ, ഒരു ഷോട്ട് കാണുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. നല്ല രസമായിട്ട് ചെയ്തു, മേക്ക് ചെയ്തു. അതുകൊണ്ട് ഐശ്വര്യയുടെ മുഖത്ത് ഇങ്ങനെ ഓരോ ഡയലോഗ് പറയുമ്പോഴേ ഓരോ ഭാവമാണ് അവക്ക്. എന്ത് രസമായിട്ട് ചെയ്ത. അതുപോലെ നിങ്ങൾ രണ്ട് ബ്രോസ്, നിങ്ങൾ രണ്ടുപേരും നന്നായിരുന്നു. പറഞ്ഞു വന്നത് വടക്കേക്കരക്കാർ ഒരിക്കലും മോശമാവാറില്ല. അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. പ്രേക്ഷകർക്കും ഡയലോഗ് കേൾക്കാനാണ് വെയിറ്റ് ചെയ്ത് മിണ്ടാതിരുന്നത്. അതെ മിസ്റ്റർ, ഇനിയും കണ്ടിരുന്നോ? ബാക്കി പറയട്ടെ ചേച്ചി. ഞങ്ങളാണ് പറയണ്ടത്. ഞങ്ങളും ചേച്ചിയല്ലേ പറയണ്ടേ? ശരിക്കും പറഞ്ഞല്ലേ ചേച്ചി? പറയുന്നില്ല, നിങ്ങൾ പറയൂ. ശ്രുതി പറഞ്ഞു. ശ്രുതി,
ഒന്നും പറയാനില്ല. നല്ല പെർഫോമൻസ് അല്ലായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു, പക്ഷെ നമ്മുടെ സൈഡിൽ വരണമായിരുന്നു. പക്ഷെ സാറില്ല കേട്ടോ, ഇതെന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. അച്ചായ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ ജലൂസൻ കമ്പനിയുടെ ഓടെ മകൾ എന്തെങ്കിലും പറയണ്ടോ പറയൂ. ഒന്നേക്ക് മോളെ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ നടക്കുന്ന ഈ സമയത്ത് പലരുടെ നെഞ്ചരിച്ചിൽ മാറ്റാനും ഗ്യാസ് മാറ്റാനൊക്കെ ഞാൻ തന്നെ വേണം. അതുകൊണ്ടാണ് ഡാഡി എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്നത്. എന്റെ ഡാഡി എങ്ങനെ കേട്ടതുണ്ടല്ലോ. ഡാഡി കഴിക്കട്ടെ ഒരു കുപ്പി ആദ്യം. ഡാഡിക്ക് പ്രശ്നമില്ല, നാട്ടുകാർക്ക് പ്രശ്നം. ഈ കൗണ്ടറിൽ നമ്മൾ പിടിച്ചു നിർത്തുന്നു. ഇനി നമ്മൾ കൗണ്ടറിൽ വിട്ടു കൊടുക്കരുത് മോളെ. ഇനി അധികം സംസാരം വേണ്ട ചേച്ചി, ഈ ബാറ്ററിയിൽ ആഡ് ചെയ്യരുത് കേട്ടോ. ഒന്നുമില്ല, ഞങ്ങൾ കൗണ്ടർ സെക്രട്ടറി വേറെ വന്നോളാം. ഇതിന്റെ തീരുമാനം നമുക്കിപ്പോ കാണാം. നമുക്ക് നേരെ ബാറ്ററി കാണാം. ബാറ്ററി നോക്കാം. നിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കടി 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രീജിജി പൈസ ക്രെഡിറ്റ് ചെയ്യാവോ? ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഷൈൻ തൂക്കിട്ടോ. ഷൈൻ തൂക്കി. അതെ, അവിടുന്ന് അവൻ തൂക്കിക്കൊണ്ട് വരുമായിരുന്നു കൊച്ചിനെ. ചെക്കൊക്കെ വിളിച്ചു, ചെക്ക് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അടുത്ത സ്ട്രോങ് ആയിട്ട് ഒരൊറ്റൊരാളും മതി ഈ ലോകം കീഴടക്കാൻ. ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ ഇന്ന് കുടുകുട എന്ന് ചിരിപ്പിക്കാൻ ഒരൊറ്റ ആള് മതി ഞങ്ങൾക്ക്, ഞങ്ങളുടെ ടീമിൽ നിന്ന്. അതുകൊണ്ട് വേദിയിലേക്ക് ഒരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ലടാ, പേര് മാത്രം പറയുന്നു, വരുന്നു, പടാന്ന് പരിപാടി അങ്ങ് തുടങ്ങുന്നു. ചേച്ചി, സ്റ്റാൻഡപ്പ് കോമഡിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നെൽസൺ തോമസ്. അയ്യോ, ആർപ്പാടിച്ചു. നമ്മൾ സാധാരണ ഈ പാർക്കിലേക്ക് വരുമ്പോ ഇവിടെ കാണുന്നത് പൂക്കളും പുഷ്പങ്ങളും പൂമ്പാറ്റകളും ഒക്കെയാണ്. പക്ഷെ എനിക്ക് ഈ പാർക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പ്രണയമാണ്. സത്യം പറഞ്ഞാ ഈ പ്രണയവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും എന്റെ 37 വർഷത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത് ഈ ഇലക്ട്രിക് കാറുമായിട്ട് പെട്രോൾ പമ്പിൽ കയറി ഒരുത്തന്റെ അവസ്ഥയിലാണ്. ഇതെന്തിനാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മച്ചിയാണ്, എനിക്ക് ഒരു പിടുത്തമില്ല. പക്ഷേ നിങ്ങളൊക്കെ അതുപോലല്ല, എനിക്കറിയാം. അറേഞ്ച് മാരേജ് ചെയ്തിട്ട് ലവ് മാരേജ് ചെയ്ത പോലെ ജീവിതം ആഘോഷിച്ച ശ്വേതാ മേനോൻ, ലവ് മാരേജ് ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അത് അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞ ഡയാന, ജീവിതത്തിൽ ഈ വക കാര്യങ്ങളൊന്നും ഇതുവരെ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത ശ്രുതി രജനികാന്ത്. ഞാൻ അത് കുട്ടികളിൽ വെച്ചിരുന്ന കൗണ്ടറാ. പക്ഷേ നിങ്ങളോടൊക്കെ എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മനുഷ്യന്മാർക്ക് പ്രേമം ഉണ്ടാകുന്നു, പ്രാന്തുണ്ടാകുന്നു ഏകദേശം ഒരേ സമയത്താണ്. ആ സമയത്താണ് അവന്റെ തലച്ചോറ് പ്രവർത്തനരഹിതമാകുന്നത്. പണ്ട് കുഞ്ഞിലെ ഞങ്ങളുടെ അമ്മയുടെ തയ്യക്കടയിലെ തുണികളൊക്കെ ഞാനാണ് വീടുകളിൽ കൊണ്ടുപോയി ഹോം ഡെലിവറി നടത്തുന്നത്. അപ്പൊ പകുതി കണ്ണ് കാണാൻ മേലാത്ത പൊന്നമ്മച്ചിയുടെ വീട്ടിൽ തയ്ച്ച ബ്ലൗസ് കൊടുക്കാൻ നേരം പൊന്നമ്മച്ചിയുടെ കൊച്ചുപോടകയിൽ നൈസായിട്ട് കുഞ്ഞു പ്രേമലേഖനം സെറ്റാക്കി വെച്ചു കൊടുത്തു. 100 വർഷം നിനക്ക് വേണ്ടി കാത്തിരിക്കും, 500 വർഷം നിന്നെ പ്രേമിക്കും, 1000 വർഷം നിന്റെ കൂടെ ജീവിക്കാൻ. വൈകുന്നേരം പൊന്നമ്മച്ചി അമ്മയുടെ കടയിൽ വന്നിട്ട് 300 രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഒറ്റ ഡയലോഗാ, നിങ്ങളുടെ മകൻ തയ്യക്കൂലി എഴുതി കുട്ടിക്കൊണ്ട് വന്നത് കംപ്ലീറ്റ് തെറ്റായിരുന്നു. ഇങ്ങനാണ് ആ പൊട്ടൻ എങ്ങനെ ഇപ്രാവശ്യവും 10ാം ക്ലാസ് പാസ്സാകുന്നത്. അന്നത്തോടു കൂടി ഞാനൊരു സിഗ്മ മെയിലായി പോയി. എനിക്ക് പ്രേമം പ്രണയം ഒന്നും ഇഷ്ടമേ അല്ല. പക്ഷെ ചുരിദാർ ഇളക്കിയിട്ടേക്കണം കണ്ടാലും ഞാൻ 10 മിനിറ്റ് അത് നോയിക്കൊണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തില് ഈ പ്രേമവും പ്രണയമൊന്നും എനിക്ക് പറ്റിയ സംഗതിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പുകൾ ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് പറ്റില്ല. എന്റെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പോലെയാ. അടുത്തിരിക്കും ഈ സാധനം കണക്റ്റഡ് ആയിരിക്കും. ഒന്ന് അകത്ത് നോക്കിയാൽ ഇറ്റ് വിൽ സെർച്ച് ഫോർ അനദർ ഡിവൈസ്. അടിപൊളി. മാത്രമല്ല ഇത്തരക്കാർക്ക് ഇങ്ങനെ പ്രണയിക്കുന്ന കവിതാക്കൾക്ക് സ്ഥിരം ഉടമസ്ഥര് കാണത്തില്ല. അപ്പം തൽക്കാലത്തേക്കുള്ളവർ മാത്രമേ കാണൂ. അതുകൊണ്ട് തന്നെ ഇവര് പ്രണയിക്കുമ്പോൾ സൂക്ഷിക്കുന്നത് പോലും ഓർമ്മകളല്ല, എവിഡൻസുകളാണ്.
ആദ്യമൊക്കെ ലവ് ആയിരിക്കും ഇവരുടെ സംസാര വിഷയം. പിന്നെ വാട്സപ്പിലെ ലാസ്റ്റ് സീന 11:45 വരെ നീ ഓൺലൈനിൽ ഇരുന്നിട്ട് 11:44 എനിക്ക് അയച്ച മെസ്സേജിന് റിപ്ലൈ തന്നില്ലോടി. എന്തിന് ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിന് പച്ചലൈറ്റിന് വെട്ടം കുറവാന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കി കമിതാക്കളെ വരെ എനിക്കറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് യദു കൃഷ്ണൻ. ഈയിടെ കല്യാണം കഴിഞ്ഞ ലവ് മാരേജ് ആയിരുന്നു. അവനിപ്പോ ഭാര്യയുടെ ഡിവോഴ്സ് ആവശ്യപ്പെട്ടേക്കും. എന്തിനാ? ഭാര്യ അവന് സ്പേസ് കൊടുക്കുന്നില്ല അത്രേ. കല്യാണം കഴിഞ്ഞ ആ സമയങ്ങളിൽ ഞാൻ ആലപ്പുഴ ബീച്ചിൽ വെച്ച് അവരെ കാണുമ്പോൾ ഒരു തരി മണൽ വീഴാനുള്ള സ്പേസ് ഇല്ലായിരുന്നു രണ്ടിന്റെ ഇടയിൽ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ രണ്ടിന്റെ ഇടയിൽ 2 ലോഡ് മണലടിക്കാം, അമ്മാതിരി സ്പേസ്. ആ സ്പേസ് അവന് പോരാ. അവനിപ്പോ പുറത്തൊരു പടം കാണാൻ പോയ സ്പേസ്, ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പോയ സ്പേസ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് ട്രിപ്പിന് പോയാൽ പോലും ഒരു സ്പേസ് വേണം. ISRO പോലും ഇത്രയും സ്പേസ് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരിപ്പം ഈ റിലേഷൻഷിപ്പ് ഒക്കെ നിർത്തിയിട്ട് കംപ്ലീറ്റ് സിറ്റുവേഷൻഷിപ്പിലേക്ക് കടന്നു. അതൊന്നും കുഴപ്പമില്ല. അതെന്താ സംഭവം എന്നറിയാം? ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഒത്തിരി അറ്റാച്ച്ഡ് ആവത്തില്ല. പരിചയക്കാരാണെന്ന് ചോദിച്ചാൽ അതെ, ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, ലവേഴ്സ് ആണെന്ന് ചോദിച്ചാൽ അതും അതെ. അതായത് രമേഷ് പിഷാരടിയെ പോലെ. ടിവിക്കാരനാണോന്ന് ചോദിച്ചാൽ അതെ, സിനിമാക്കാരനാണോന്ന് ചോദിച്ചാൽ അതെ, ഇത് രാഷ്ട്രീയക്കാരാണോന്ന് ചോദിച്ചാൽ അതും അതെ. അമ്മാതിരി പരിപാടിയാ. അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന പിന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായ പോരാ. ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞങ്ങളുടെ അടുത്ത് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ടേ. പുള്ളിക്കാരുടെ വെഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡിന്റെ കൈ ഇങ്ങനെ 8 ആയിട്ട് മടക്കി കച്ചത്തി വെച്ചൊരു ഫോട്ടോ ഇട്ടേക്കുവാ. ഞാനൊരു പറക്കുന്ന പട്ടമാണ്, പക്ഷെ എവിടെ പറഞ്ഞാലും എന്റെ പട്ടത്തിന്റെ ചരട് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലാണ്. മൈ ഹബ്ബി. ഞാൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ചെന്നിട്ടേ കൂട്ടുകാരുടെ ഫോൺ എടുത്തപ്പം രാവിലെ പോസ്റ്റ് ഇട്ട ഈ പട്ടത്തിന്റെ ഓരോ ചരട് അവന്മാരുടെ കയ്യിലുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇവന്മാരുടെയും ചേച്ചിയുടെ ഭർത്താവിന്റെയും വിചാരം ഈ ചരട് ഇവരുടെ കയ്യിൽ മാത്രമാണ്. ഈ വാട്സപ്പിലുണ്ടല്ലോ 1 ടൈം മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്ന ചേച്ചിയൊക്കെ പണ്ടേ വൈറലാകണ്ടായില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് എടുക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മിസ് യു എന്നുള്ള മെസ്സേജ് കേട്ടേക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ സ്വിഗ്ഗി ഒരാഴ്ച യൂസ് ചെയ്യാതിരുന്നിട്ട് എപ്പോഴായാലും ഓപ്പൺ ചെയ്തു. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സഹപ്രവർത്തകരുടെ നമ്പറിൽ നിന്നും മിസ് യു എന്ന മെസ്സേജ് വന്നു. ഞാൻ നോക്കാൻ പോയില്ല. കുറച്ച് ലവ് യു എന്ന മെസ്സേജ് വന്നു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ അവളൊരു കിസ്മി ഇട്ടേക്കുന്നു. അതിൽ ഞാൻ പെട്ടു. ചേട്ടന്റെ അഭിഹിതത്തെ പറ്റി എന്താ അഭിപ്രായം ഒന്നും ഇവിടെ ഹിതം പോലും നടക്കാതില്ല. അപ്പോഴാണ് അവിടെ അഭിഹിതം. പക്ഷെ അവളുടെ 10 മിസ്യൂന്റെ അകത്ത് ഞാൻ വീണു. അവസാനം എന്റെ ശമ്പളത്തിൽ നിന്ന് അവിടെ കെട്ടിയവന്റെ വണ്ടിയുടെ EMI മുഴുവൻ ഞാൻ അടച്ചു തീർത്തപ്പോഴാണ് അത് മിസ് യു അല്ല യൂസ് മീ ആയിരുന്നു. അവള് പോയി കഴിഞ്ഞു. പിന്നെയും ഒരു 2 വർഷം എടുത്തു അവളുടെ ഓർമ്മകൾ എന്നെ വിട്ടുപോകാൻ. കാരണം 2 കൊല്ലത്തെ EMI എന്റെ പേര് ഇട്ടിട്ട് ഒരു മൊബൈൽ ഫോൺ കൂടെ വാങ്ങിച്ചിട്ടാ അവള് പോയത്. പിന്നെ എനിക്ക് ഈ ഗോസ്റ്റിങ്ങിന്റെ നാളായിരുന്നേ. ഈ ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ സംഭവം എന്ന് അറിയോ? മര്യാദയ്ക്ക് വീടും കുടുംബവും നോക്കി ജോലിയും ചെയ്യേണ്ട ഒരു മനുഷ്യനെ പ്രേമിക്കാൻ വിളിച്ചിട്ട് ഉണ്ടോ ഉറങ്ങിയോ കുളിച്ചോ കിടന്നോ ഇതൊന്നും പോരാന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പനിക്ക് മരുന്ന് കൊടുക്കുന്ന പോലെ 3 മണിക്കൂർ കൂടുമ്പോൾ ഓരോ ഉമ്മ ഇതെല്ലാം തന്നിട്ട് അവരങ്ങ് പോകും. നമുക്ക് അവസാനം ദേഹം വേദന, ശരീരം തളർച്ച, കഷ്ടപ്പാട്, ഉത്കണ്ഠ ഇതെല്ലാമായിട്ട് ഞാൻ ഡോക്ടറെ പോയി കേട്ടപ്പം ഡോക്ടർ കറക്റ്റ് കാര്യം പറഞ്ഞു. പ്രമേഹം വരേണ്ട പ്രായത്തിൽ പ്രേമിക്കാൻ പോയി എങ്ങനെ ഇരിക്കും? വീട്ടിൽ പോകാൻ ഇറങ്ങണം. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് കുറ്റബോധത്തോടു കൂടി ഭാര്യയോട് മാപ്പ് ചോദിക്കണമല്ലോ. ഞാൻ നൈസായിട്ട് ഭാര്യയെ നടത്തി വിളിച്ച് ഇങ്ങനെ മാപ്പ് ചോദിച്ചു. അതായത് ഈ ധർമ്മദുരൈ എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിലെ വിജയ് സേതുപതി തന്റെ പ്രേമത്തെ പറ്റി ഭാര്യയായ തമന്നയോട് പറയുമ്പോൾ തമന്ന അത് ക്ഷമിക്കുന്നുണ്ട്. എനിക്ക് വിജയ് സേതുപതി ആകാൻ പറ്റും, നിനക്ക് തമന്നയാകാൻ സാധിക്കുമോ? ഇവിടെ ഒരു പാട് കാണാം, ചേച്ചി കാണാം, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇത് ഫാറ്റി ലിവറിന്റെ അല്ല, തമന്ന തവി വെച്ച് അടിച്ചതാ. അണപ്പറ്റൊരെണ്ണം അണ്ണാക്കി ഇന്നലെ തപ്പിയെടുത്ത്. പക്ഷെ ആ അടിയോടുകൂടി ഞാൻ ഒരു സത്യം മനസ്സിലാക്കി ഗൈസ്. വേറൊന്നുമല്ല, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാമുകന്മാരെ തമ്മിൽ മാത്രമല്ല. അതിപ്പം ഭാര്യയും ഭർത്താവും, അപ്പനും അമ്മയും മകനും, ഇതെല്ലാം ഒരു തരത്തിൽ റിലേഷൻഷിപ്പാണ്. ഇപ്പം ഞാൻ എൻ്റെ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും ഏറ്റവും കൂടുതൽ വഷളാകുന്നത് മാസം ശമ്പളം വരുമ്പോൾ അമ്മയ്ക്ക് ഒരു 10,000 രൂപ കൊടുക്കുമ്പോഴാണ്. കഴിഞ്ഞ മാസം ഞാൻ അറിയാതെ ഒരു 1000 കൂട്ടി 11,000 കിട്ടും. അമ്മയൊന്നും മിണ്ടിയില്ല. ഒരു റിലേഷൻഷിപ്പ് വഷളാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും ഒന്നും മിണ്ടിയില്ല. പക്ഷെ ബുദ്ധിപരമായിട്ട് ഈ മാസം 1000 കുറച്ച് 9,000 കിട്ടുള്ളൂ. അപ്പൊ തന്നെ അമ്മയുടെ മെസ്സേജ്, പൈസ കിട്ടോ തെറ്റിപ്പോയി കേട്ടോ. അല്ലമ്മേ കഴിഞ്ഞ മാസം ഒന്ന് തെറ്റിയായിരുന്നു. അപ്പൊ അമ്മയൊന്നും മിണ്ടിയില്ല. അപ്പൊ തന്നെ ഒന്ന് സെൻഡ് റിപ്ലൈ, മോനെ
ചില തെറ്റുകൾ ഒരു പ്രാവശ്യം ക്ഷമിക്കാം, രണ്ടാമത്തെ പ്രാവശ്യം പറ്റത്തില്ലെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും ഏറ്റവും കൂടുതൽ വഷളാകുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാം. അതായത് AI-യുടെ പേരെ അമ്മയ്ക്ക് വിളിക്കായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് കയറി വരുമ്പം എൻ്റെ ഭാര്യ പിള്ളേരെ പഠിപ്പിക്കുക, പുസ്തകം എടുത്ത് എൻ്റെ നെഞ്ചത്തോട്ട് വലിച്ചടിച്ചിട്ട് ഒറ്റ ഡയലോഗാണ്. മര്യാദയ്ക്കും മര്യാദകേടിനും ഓരോ ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്താ പറയേണ്ടത്? യന്ത്രങ്ങളുടെ പോലും തള്ളക്കി വിളിയും കേട്ടിട്ട് പെരക്കാത്ത കയറി വന്ന് എന്നോട് അവൾ ഈ കാട്ടായം കാണിച്ചത് ഞാൻ അവളെ ഒന്നും പറയാൻ എന്റെ മര്യാദ. അവൾ ഈ കാട്ടായം കാണിച്ചത് അവിടെ മര്യാദകേട്. നിങ്ങൾ ഓർക്കണം, കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ ഓഫീസിലെ കാര്യം പറഞ്ഞ് നീക്കി എല്ലാം തീർത്തിട്ട് വൈകിട്ട് ഭാര്യയായിട്ട് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് നടുന്നു വെറുക്കാമെന്ന് കട്ടിലേക്ക് കയറി കിടന്ന ഈ കുഞ്ഞുങ്ങൾ നടുക്കൊണ്ടോ ഒന്ന് ഒറ്റ ചാട്ടമാണ്. പ്രസവിക്കുന്ന പ്രോസസ്സേ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ, പ്രസവിപ്പിക്കുന്ന പ്രോസസ്സ് നിർത്തിയിട്ടില്ല. ഇങ്ങനെ എല്ലാ റിലേഷൻഷിപ്പും തകർന്നു ഒരുത്താൻ തരിപ്പടം വായിക്കുന്ന ചിലർ കരയും, ചിലർ ഡിപ്രഷൻ അടിക്കും, വേറെ ചിലർ എന്നെ പോലെ ഇവിടെ ഒന്ന് സ്റ്റാൻഡപ്പ് കോമഡി. സാധാരണ സ്റ്റാൻഡപ്പ് കോമഡി കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന കുറെ ആരാധകരെയാണ്, എനിക്ക് മാത്രം ആശ്വസിപ്പിക്കാൻ കുറച്ച് ആളുകളെയാണ്. എനിക്കത് മതി ഗൈസ്. നന്ദി, നമസ്കാരം ഗൈസ്. അയ്യോ അടിപൊളിയായിരുന്നു. ഇതൊക്കെ മേലെ ഇനി വെക്കട എന്തെങ്കിലും അടിപൊളി. ഒന്നും പറയാനില്ല കേട്ടോ ബ്രോ, തുടക്കം തൊട്ട് അവസാനം വരെ ക്വാളിറ്റി കണ്ടന്റ് ക്വാളിറ്റി അടികള്. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ നമ്മളൊരു സിനിമ കണ്ട പോലെ. നമ്മളെല്ലാവർക്കും ഇവിടെ മിക്ക ആൾക്കാരും മാരീഡ് ആണ്, മീൻസ് അമംഗ്സ്റ്റ് us അതർ ദാൻ ശ്രുതി. പക്ഷെ നമ്മളെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ ലൈഫിന്റെ കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എന്ത് ബ്യൂട്ടിഫുള്ളി, എന്ത് നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് അങ്ങനെ ഒരു നമ്മളൊരു കൺഫെഷൻ പോലെയായിരുന്നു. സോ ബ്യൂട്ടിഫുൾ. ആദ്യം 37 വയസ്സുകാരൻ കല്യാണം കഴിച്ചില്ല എന്നുള്ള ഒരു ദുഃഖത്തിലാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. പിന്നെയല്ലേ മനസ്സിലായത് ഈ ദുഃഖത്തിന്റെ അത് മാത്രമല്ല ചേച്ചി, എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഇപ്പം നമ്മൾ മാരീഡ് കപ്പിളിന്റെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ജെൻസി, അതായത് നമ്മുടെ പിള്ളേരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും ഗോസ്റ്റിംഗ് ആണെങ്കിലും കണ്ടതാ. എനിക്ക് ആ ബ്ലൂടൂത്ത് നല്ല ഇഷ്ടമായി. എല്ലാ ജനറേഷനും പോയി ആ ബ്ലൂടൂത്തിന്റെ അയ്യോ അതൊക്കെ അത് ഫ്രഷ് സൂപ്പർ ഉണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായി. സ്റ്റാർട്ടിങ് മുതൽ എന്റെ ഉള്ള എല്ലാ സെന്റൻസിലും ഓരോ തമാശ, ഒരിടത്ത് പോലും ചിരിക്കാതിരുന്നില്ല. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇവിടെ നെൽസൺ ബ്രോയുടെ സ്ഥലം എവിടെയാണ്? സ്ഥലം കോട്ടയം. കോട്ടയത്താണല്ലേ? ഭാഷയുടെ ഒരു ലാളിത്യം താങ്കൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഭാഷയുടെ ലാളിത്യം നല്ല രസമുണ്ട്. ഇത് എത്ര നേരം കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ, എത്ര ദിവസമാണോ, എത്ര നേരം കൊണ്ട് ഏട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണും? ഞാൻ ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണ്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രി എപ്പോഴും എഴുതും. ഒരു ദിവസം കൊണ്ട് അങ്ങനെയല്ല, കുറച്ച് എഴുതും. കോമഡികൾ പിന്നെ റീവർക്ക് ചെയ്യും. ഒരു 4-5 ഡ്രാഫ്റ്റ് എഴുതും. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയിലും എടുക്കും. ഇതിലൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടോ? അതോ ചുമ്മാ? ഇല്ല, ജീവിതത്തിൽ നിന്ന് ഇച്ചിരി എടുക്കും. ഞാനേ ആ 15 മിനിറ്റ് ഒരു ചുരിദാർ നോക്കിക്കണത് ചേട്ടാ, ശരിക്കും ഭാര്യ ബുക്ക് എടുത്തെറിഞ്ഞോ? അതൊന്നും ഇല്ല. നെൽസൺ ഹാപ്പിലി മാരീഡ് ആണ്, 3 കുട്ടികളുടെ അച്ഛനാണ്. മനസ്സിലാക്കി? അയ്യോ, നെൽസൺ ആക്ച്വലി നമ്മുടെ അമൃത ടിവിയുടെ തന്നെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ വിന്നർ ആണ്. ആൻഡ് നെൽസന്റെ എല്ലാ പെർഫോമൻസുകളും സൂപ്പർബാണ്. ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു സീ യു ഗ്രോ ലൈക്ക് ദിസ്. ഭയങ്കര സന്തോഷമാണ്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു കോർപ്പറേറ്റ് ബാങ്കില് കോർപ്പറേറ്റ് ഫിനാൻസിലാ. ലോണൊക്കെ എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഇത് ലോൺ വല്ലോണ്ട് ചോദിക്കായിരുന്നു. അല്ല, അതുകൊണ്ടാണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ, ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇതും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ ചെയ്തതും അടിപൊളി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. വി ആർ സോ ഹാപ്പി. ഞങ്ങളുടെ ടീമിന്റെ ഒരു അഭിമാനമാണ് നെൽസൺ. ഇതൊക്കെ മേലെ ഇനി അവർക്കൊന്നും വെക്കാനില്ല നെൽസൺ ചേട്ടാ, നിങ്ങൾ തൂക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനിയും ഇതുപോലെ സ്ട്രോങ് ആയിട്ട് കിടിലം ടോപ്പിക്കുമായിട്ട് വരും. അവരെ ഇതേപോലെ നമ്മൾ തിരിച്ച് കാണിക്കാ കൊഞ്ഞ കഴിവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കഴിവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. താങ്ക് യു. സൂപ്പർ. അപ്പൊ കാണാൻ നെൽസൺ ചേട്ടാ. താങ്ക് യു മച്ച്. ഇനി നമ്മൾ അറിയാൻ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ
വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ആരൊക്കെയാണ് ചേച്ചി? ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഈസ് ഉടക്കാശാരെ Nelson! And the Willy White, the bride is Shine! Because നമ്മളുടെ ഷൈൻ കുട്ടി എപ്പോഴും ചിരിപ്പിച്ച് ഇങ്ങനെ പല്ല് കാണിച്ച് എപ്പോഴും ഇരിക്കുന്നത് നന്നായി പല്ല് ഇരിക്കുന്ന ഒരേ ഒരു കുട്ടിയാണ് ഇവിടെ ആ ടീമിൽ. പിന്നെ നെൽസന്റെ ഇന്നത്തെ ഈ ഒരു കല്യാണത്തിന്റെ ഓരോരോ കാര്യങ്ങൾ വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പിയോണ്ട് ഇന്നത്തെ മെയിൻ മോനെ നീ തന്നെയാണ്. ഞാൻ വരിക. ചേച്ചി ഈ സന്തോഷത്തിൽ തന്നെ ഇത് നൽകിക്കോ. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നെൽസൺ തോമസ്. Congratulations. അതുപോലെ തന്നെ വില്ലി വൈറ്റ് ദ ബ്രൈഡ് ഗോസ് ടു ഷൈൻ. എല്ലാരും ഹാപ്പി ആയ സ്ഥിതിക്ക് നമ്മുടെ 2 കരക്കാരും ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് പറയുമ്പോൾ ഓംകാര ടീം താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഫുൾ പവർഫുൾ ആയിരുന്നു. വീണ്ടും നമ്മൾ ഇതേ ആവേശത്തോടെ വീണ്ടും നമ്മൾ കണ്ടിരിക്കണം. With this നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അയ്യോ ഒരു കാര്യം കൂടെ പറയട്ടെ. Brush before bed with Willy White toothpaste and bye bye. Good night.